ഷോ മീ യുവർ ഫ്രണ്ട്സ്, ഐ ഷോ യു ഹൂ യു ആർ എന്ന് പറയാറുണ്ട്. കാരണം ഒരേ സ്വഭാവമുള്ളവരാണല്ലോ പരസ്പരം അടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സ്വഹാബികളോടായി പറഞ്ഞു, ദിക്റിന്റെ സദസ്സുകൾ തേടി എല്ലായിടത്തും സഞ്ചരിക്കുന്ന ഒരു കൂട്ടം മലക്കുകളുണ്ട് അള്ളാഹുവിന്. അത്തരമൊരു സംഘത്തെ കണ്ടുമുട്ടിയാൽ അവർ പരസ്പരം വിളിച്ചു പറയും. മലക്കുകൾ വന്ന് ആ സംഘത്തെ തങ്ങളുടെ ചിറകുകൾ കൊണ്ട് മൂടുകയും ചെയ്യും. തിരിച്ച് അള്ളാഹുവിങ്കിൽ ചെല്ലുമ്പോൾ എല്ലാം അറിഞ്ഞിട്ടും അള്ളാഹു ചോദിക്കും, എൻ്റെ അടിമകളുടെ വിശേഷം എന്താണ്? അപ്പോൾ മലക്കുകൾ പറയും, അവർ നിനക്ക് തസ്ബീഹും തക്ബീറും ഹംദും ചൊല്ലുകയാണ്. അവരെന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അവരെന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഇതിനേക്കാൾ നന്നായി ആരാധന ചെയ്യുകയും സ്തുതിച്ച് വാഴ്ത്തുകയും ചെയ്യുമായിരുന്നു. അള്ളാഹു തുടർന്ന് ചോദിക്കുന്നു, അവരെന്താണ് ആവശ്യപ്പെടുന്നത്? സ്വർഗമാണ്. സ്വർഗം അവർ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. സ്വർഗം അവർ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഇപ്പോഴുള്ളതിനേക്കാൾ അത്യാവേശത്തിൽ സ്വർഗത്തിനു വേണ്ടി അവർ പണിയെടുക്കും. അവരെന്തിനെയാണ് പേടിക്കുന്നത്? നരകത്തെ. നരകത്തെ അവർ കണ്ടിട്ടുണ്ടോ? ഇല്ല. അള്ളാഹു ചോദിക്കുന്നു, കണ്ടിട്ടുണ്ടെങ്കിലോ? കൂടുതൽ ശക്തമായി അതിൽ നിന്ന് ഓടി ഒളിക്കാനുള്ള വഴികൾ നോക്കും. മലക്കുകൾ പറയും. തുടർന്ന് അള്ളാഹു അവരോട് പറയും, അവർക്കെല്ലാം ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. അപ്പോൾ കൂട്ടത്തിലൊരു മലക്ക് പറയും, അവരിൽ കൂട്ടത്തിൽ പെടാത്തൊരു മനുഷ്യനുമുണ്ട്, വേറെ എന്തോ ആവശ്യത്തിന് വന്നയാൾ. അള്ളാഹുവിന്റെ മറുപടി ഇതാകും, അവർ ഒരേ സദസ്യരല്ലേ, കൂട്ടത്തിൽ ഒരാൾ മാത്രമായി പരാജയപ്പെടുന്നത് എങ്ങനെയാണ്? എപ്പോഴും നല്ല മനുഷ്യരുടെ കൂട്ടത്തിലാവാൻ ശ്രമിക്കുക. അള്ളാഹുവിനെ നീ മറക്കുമ്പോൾ ഓർമ്മിപ്പിക്കുന്ന, ഓർക്കുമ്പോൾ തന്നെ അതിന് കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ നിനക്കുണ്ടാവണം. ആരുടെ കൂട്ടത്തിലാവുമ്പോഴാണോ തെറ്റുകൾ ചെയ്യാൻ നമുക്ക് മടിയുണ്ടാകുന്നത്, അത്തരക്കാരുടെ കൂടെ ചേരുക. നന്മകൾ ചെയ്യാൻ മടി കാണിക്കുന്ന ഒരു സംഘത്തിന്റെ കൂടെ ആവരുത് നമ്മുടെ സഞ്ചാരം. അത്രയ്ക്ക് കാന്തിക ശക്തിയുണ്ട് സൗഹൃദങ്ങൾക്ക്.